കൂട്ടായ്മയുടെ കഥ. ആ വാർത്തയിൽ നിന്ന് നമുക്ക് ഇന്ന് തുടങ്ങാം. വാഹനാപകടത്തിൽ മരിച്ച ലക്ഷ്മി ലാലിന്റെ കുടുംബത്തിന് ആലപ്പുഴ SDV സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരുക്കിയ സ്നേഹവീട് കാണാം. വീടെന്നൊന്നും പറയാനില്ല, പലകയടിച്ചൊരു ഷെഡ്. അവിടെ കുടുസുമുറിയിലെ മേശപ്പുറത്ത് നിറഞ്ഞു ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ട്. കേവലം 18 വർഷം മാത്രം നീണ്ട ജീവിതത്തിനിടെ മകൾ സ്വന്തമാക്കിയ നേട്ടങ്ങളോർത്ത് അഭിമാനിക്കുന്ന മാതാപിതാക്കളും. കായിക പരിശീലനത്തിനായി പോകുന്നതിനിടെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലുണ്ടായ വാഹനാപകടം ലക്ഷ്മി ലാൽ എന്ന അത്ലറ്റിന്റെ ജീവനെടുത്തത്. മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം താമസിക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടെന്ന സ്വപ്നം അവശേഷിപ്പിച്ചായിരുന്നു അവളുടെ മടക്കം. ഈ മരണത്തിന് ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞാനും പ്രസിഡന്റ് ശ്രീ എൻ വിശ്വനാഥനും എൻ്റെ കൂടെയുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ സാറ്, ശ്രീ ഓമനക്കുട്ടൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ മരണ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ടു കാഴ്ച ഈ ബോഡി ഇവിടെ കിടത്തിയിരിക്കുന്ന സമയത്ത് അകത്ത് ഈ പലക തറച്ച വീട്ടിൽ ഒരുപാട് ട്രോഫികളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് വല്ലാത്തൊരു വിങ്ങലായിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ആ ട്രോഫി വെക്കാനെങ്കിലും ഒരു ഇടമുണ്ടാവണം എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ അന്നത്തെ ആലപ്പുഴ MLA ശ്രീ PP ചിത്രരഞ്ജൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കണം. ഞാനും ആ വീട്ടിൽ പോയിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ നമുക്കൊന്ന് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. ലക്ഷ്മി പഠിച്ച ആലപ്പുഴ SDV സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ചിരുന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആ മുറ്റത്തൊരു സ്നേഹവീട് ഉയർന്നു. അവൾ ഓടിക്കളിച്ച സ്കൂൾ അങ്കണത്തിൽ വെച്ച് സ്നേഹവീടിന്റെ താക്കോൽ മാതാപിതാക്കൾ നിറകണ്ണുകളോടെ ഏറ്റുവാങ്ങി. വലിയ ആഗ്രഹമായിരുന്നു ഈ വീടിന്റെ പണി. ഇവരെല്ലാവരും കൂടെ ഒന്ന് സഹായിച്ച് വീട് ഇത്ര പൂർത്തിയാക്കി തന്നു. എല്ലാവരോടും നന്ദിയുണ്ട്. സെപ്റ്റംബർ 11 ലക്ഷ്മി മോളുടെ വേർപാടിന് ഒരാണ്ട് തികയും. അന്ന് ഈ സ്നേഹ വീട്ടിലേക്ക് അവളുടെ ഓർമ്മകളുമായി കുടുംബം താമസം മാറും. ഒപ്പം അവൾ ഇല്ലാത്തതിന്റെ നൊമ്പരത്തിനിടയിലും ചേർത്തു പിടിച്ച നല്ല മനസ്സുകളുടെ സ്നേഹം അവർക്ക് കരുത്താകട്ടെ. ലക്ഷ്മിയെ അടക്കിയ മണ്ണിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കണ്ണെത്താ ദൂരത്തെവിടെയോ ഇരുന്ന് അവൾ സന്തോഷിക്കുന്നതിന്റെ അടയാളമായി അവർക്ക് അനുഭവപ്പെടട്ടെ. സുഭാഷ് എംപിള്ളയ്ക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.